ഗോകുലം ഗോപാലന്റെ ചെന്നൈ കോടാമ്പക്കത്തെ സ്ഥാപനത്തിൽ ഇ ഡി റെയ്ഡ്. ചിട്ടി ഇടപാടുകളുടെ മറവിൽ ചട്ടവിരുദ്ധമായി പണമിടപാടുകൾ നടത്തിയെന്ന ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. എമ്പുരാൻ ചിത്രത്തിനെതിരെ വിവിധ മേഖലകളിൽ നിന്ന് പ്രതിഷേധമുയർന്ന ഘട്ടത്തിൽ കൂടിയാണ് റെയ്ഡ് എന്നത് ശ്രദ്ധേയമാണ്. കെ.പി. ശ്രീധരനാണ് വിവരങ്ങളുമായുള്ളത്. ശ്രീധരൻ, ഗോകുലം ഗോപാലന്റെ സ്ഥാപനത്തിൽ റെയ്ഡ് നടക്കുന്നു എന്നുള്ള വിവരം എനിക്ക് തോന്നുന്നു ഇതിനോടകം തന്നെ വലിയ തോതിൽ ചർച്ചയായിരിക്കുന്നു. ഇത് കേവലം ഒരു റെയ്ഡ് എന്നുള്ളതിനപ്പുറത്ത് പ്രതികാരമാണോ എന്നുള്ളതാണ് സംശയം. അപ്പോൾ 24 കട്ടുകൾ കൊണ്ട് കാര്യമില്ല. തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെയാണ് ഇതിനെ കൂടുതൽ വിലയിരുത്തലുകൾ ഉണ്ടാവുന്നത്. അതായത് ഈ 5 ഇടത്താണ് റെയ്ഡ് നടക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ഇ ഡി സംഘം ഈ റെയ്ഡിന് പിന്നിൽ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി അനൌദ്യോഗികമായി ലഭിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം കോടമ്പാക്കത്തെ ശ്രീ ഗോകുലത്തിന്റെ പ്രധാന ഓഫീസിലാണ് ഈ പരിശോധന നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ പരിശോധനകൾ ആരംഭിച്ചു. നേരത്തെ ഈ ഫെമ നിയമ ചിട്ടിയിടപാടുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ പണമിടപാടുകളിൽ ഫെമ നിയമത്തിന്റെ ലംഘനം ഉണ്ടായതായിട്ടുള്ള ചില ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ മറുപിടിച്ചാണ് ഇപ്പോഴത്തെ റെയ്ഡ് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സാഹചര്യം അഭിലാഷ് സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടി ഇതിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതായത് എമ്പുരാൻ സിനിമയെ ബന്ധപ്പെട്ട് അതിനെതിരെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കളും അണികളും ഒരുപോലെ വാളെടുത്ത് നിൽക്കുന്നതിനിടയിലാണ് ഈ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായിട്ട് കൂടിയുള്ള ഗോകുലം ഗോപാലിന്റെ സ്ഥാപനത്തിൽ റെയ്ഡ് നടക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്ത് സാഹചര്യത്തിൽ റെയ്ഡ് എന്ന് വിശദമാക്കിയിട്ടുണ്ടോ? ഈ ഒരു ഓഫീസിൽ മാത്രമാണോ ഇവിടെ റെയ്ഡ് നടക്കുന്നത്, ശ്രീധരൻ? ഈ റെയ്ഡിന്റെ സാഹചര്യം എന്തെന്ന് ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് ഇതുവരെ കാര്യമായിട്ടുള്ള വിവരങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല. ഏതായാലും ഈ ചില ആളുകൾ, അതായത് ഈ ഗോകുലത്തോട് അടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ചില ആളുകൾ പറയുന്ന ഒരു പ്രധാന കാര്യം ഈ ഫെമ നിയമത്തിന്റെ ലംഘനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു റെയ്ഡാണ് എന്നുള്ളൊരു വിവരമാണ് കാര്യമായിട്ട് പുറത്തേക്ക് വരുന്നത്. പക്ഷെ ഇക്കാര്യത്തിൽ ഇ ഡിയുടെ ഭാഗത്തുനിന്നൊരു വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 5 ഇടത്ത് റെയ്ഡ് നടക്കുന്നു എന്നുള്ള പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നേരത്തെ കോടമ്പാക്കത്ത് മാത്രമായിരുന്നു റെയ്ഡ് എന്നുള്ള വിവരമായിരുന്നു പുറത്തു വന്നെങ്കിൽ ഇപ്പോൾ 5 ഇടത്ത് കൂടി റെയ്ഡ് നടക്കുന്നതായിട്ടുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഈ വിഷയം സംബന്ധിച്ച് ഗോകുലം അധികൃതരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ സാധിച്ചിട്ടുമില്ല. ഏതായാലും എമ്പുരാന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ റെയ്ഡ് നടക്കുന്നത്. ആ സാഹചര്യം അതുകൂടി നിലനിൽക്കുന്നതിനാലാണ് ഈ റെയ്ഡ് കൂടുതൽ ശ്രദ്ധേയമാകുന്നത് എന്നുകൂടി നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പ്രതികാര നടപടിയാണോ ഇതിന് പിന്നിൽ എന്നുള്ള സംശയമൊക്കെ ഉയരാനുള്ള ഒരു പ്രധാന കാരണം ഈ സിനിമയെ ബന്ധപ്പെട്ട വിവാദങ്ങൾ തന്നെയാണ്. ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. ചെന്നൈയിൽ നിന്ന് എമ്പുരാന്റെ നിർമ്മാതാവ് കൂടിയാണ് ഗോകുലം ഗോപാലൻ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം റെയ്ഡ് എന്നുള്ള എമ്പുരാൻ വിവാദം ഒരാഴ്ച തികയുന്നതിന് മുമ്പ് തന്നെ ഇ ഡി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ 5 ഇടത്ത് റെയ്ഡ്. ഇനി കേരളത്തിലെ നമുക്ക് കരുതാൻ ഇപ്പോൾ അതേ നിർവാഹമുള്ളൂ. അതെ.